തീത്തോസിൻ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത്. ആ വാക്കൊന്ന് ശ്രദ്ധിച്ച്. സകല മനുഷ്യർക്കും വേണ്ടി ഉദിച്ചുയർന്ന ദൈവകൃപയാകുന്ന യേശു എന്ന പേഴ്സൺ, കൃപയുടെ ആളത്വം ഈ ഭൂമിയിൽ വന്നത് ചുവന്ന ചോര സിരകളിൽ ഒഴുകുന്ന സകല മനുഷ്യർക്കും വേണ്ടിയാണ്. ഈ കർത്താവ് വന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടു. വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. ആമേൻ. ഞാൻ ഈ പറഞ്ഞ വാക്ക് ഉള്ളത്തിലോട്ട് കയറിയവരെ ഉറക്കിയൊന്ന് പറഞ്ഞേ, എന്നെ വീണ്ടെടുക്കാനാണ്. ഒന്ന് ഉറക്കിയൊന്ന് പറഞ്ഞേ, സ്വർഗത്തിൻ്റെ മഹിമയെ ഉരിഞ്ഞു മാറ്റി ആമേൻ ഈ താണമണ്ഡലത്തിലേക്ക് യേശുവെന്ന കർത്താവ് ഇറങ്ങി വന്നത് നെഞ്ചയിലോട്ട് കൈവച്ചോണ്ട് പറ, എന്നെ വീണ്ടെടുക്കാനാ. ഉറക്കിയൊന്ന് പറഞ്ഞേ ആമേൻ. ആ വീണ്ടെടുപ്പിന്റെ കൃപ ലഭിച്ച ദൈവമക്കൾ ആവേശത്തോടെ പറഞ്ഞേ, എന്നെ വീണ്ടെടുക്കാനാണ് യേശു വന്നത്. രക്ഷാശാസ്ത്രത്തിലെ വലിയ തിയോളജി ഒന്നും ഞാൻ പറയുന്നില്ല. രക്ഷാശാസ്ത്രത്തിലെ വേദപുസ്തകത്തിലെ പ്രോപ്പർ തിയോളജികളിൽ വേദശാസ്ത്രത്തിൽപ്പെട്ട ഒരു ശാഖയാണ് സോറ്റീരിയോളജി, രക്ഷാശാസ്ത്രം. ആ രക്ഷാശാസ്ത്രത്തിലെ ആമേൻ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിലൊന്നാണ് വീണ്ടെടുപ്പെന്ന് പറയുന്നത്. വളരെ പ്രശസ്തനായ ഒരു ആംഗ്ലിക്കൻ ബിഷപ്പിനോട് ആളുകൾ ചോദിച്ചു ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ്, ക്യാൻ യു ഡിഫൈൻ ബൈബിൾ ഇൻ എ വേർഡ്? ഒറ്റ വാക്കിനകത്ത് വേദപുസ്തകത്തെ ഡിഫൈൻ ചെയ്യാമോ? 1189 അധ്യായങ്ങളുള്ള സത്യവേദപുസ്തകത്തിനകത്ത്, നൂറുകണക്കിന് വാക്യങ്ങളുള്ള വേദപുസ്തകത്തിനകത്ത് ഈ ബിഷപ്പിനോട് ചോദിക്കുകയാണ്, ക്യാൻ യു ഡിഫൈൻ ദ ബൈബിൾ ഇൻ എ വേർഡ്? ഒറ്റ വാക്കിൽ. അദ്ദേഹത്തെ കുഴയ്ക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, യെസ് ഐ ക്യാൻ ആൻസർ ഇറ്റ്, ഞാൻ പറയാം. എന്നിട്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞതിൻ്റെ മലയാളം ഞാൻ പറയാം. വേദപുസ്തകത്തെ മുഴുവൻ ഒറ്റ വാക്കിൽ നിർവചിക്കാൻ പറഞ്ഞാൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ, വീണ്ടെടുപ്പ്. ആമേൻ. വീണ്ടെടുപ്പിൻ്റെ വേദശാസ്ത്രമൊക്കെ പറയാൻ ഏകവചനമൊക്കെ നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ വീണ്ടെടുപ്പിൻ്റെ എനിക്കറിയാവുന്ന കൊച്ചു വേദശാസ്ത്രമേ അറിയത്തുള്ളൂ. വീണ്ടെടുപ്പിൻ്റെ ഏറ്റവും വലിയ അർത്ഥമെന്ന് പറയുന്നത് വില കൊടുത്തു വാങ്ങിക്കുക എന്നാണ്. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തതിനെ വില കൊടുത്ത് വാങ്ങിക്കുന്നതിൻ്റെ മറുപേരാണ് റിഡംഷൻ. ആമേൻ. മറ്റാൾക്ക് വിറ്റതിനെ റാൻസം മണി കൊടുത്ത്, ആമേൻ, വീണ്ടെടുപ്പ് വില കൊടുത്ത് ആമേൻ വാങ്ങിക്കുന്നതാണ് ആമേൻ വീണ്ടെടുപ്പെന്ന് പറയുന്നത്. സങ്കീർത്തനം 49 ഒരു വാക്യം ഞാൻ പറയാം. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കാനോ ആർക്കും കഴിയത്തില്ല. എന്നിട്ടാണോ ഇവിടെ സ്വതന്ത്രം പറയാതിരിക്കുന്നേ? ഒരുത്തനും കഴിയത്തില്ല ബ്രദറെ. പിശാചിന്റെ അടിമ ചന്തക്കകത്തുനിന്ന്, ഇരുട്ടിന്റെ അധികാരത്തിനകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പഴയ നിയമത്തിന്റെ മൊത്തം നിലവിളി ഉയരുക. വീണ്ടെടുക്കാൻ ഒരുത്തനും കഴിയത്തില്ല. കാരണം അത്ര വലുതാണ് വീണ്ടെടുപ്പിന്റെ വില എന്ന് പറയുന്നത്. സ്വോത്രം 15 മിനിറ്റ് ഞാൻ ദൂത് നിർത്തും. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലുള്ള 3 വേദപുസ്തക വാക്കുകളുണ്ട്. ആമേൻ. ആ വാക്കുകൾ ഇതാണ്: അഗരസോ, എക്സ് അഗരസോ, ലൂട്രു. അന്യഭാഷയൊന്നുമല്ല, 3 ഗ്രീക്ക് പദങ്ങളാണ്. അഗോറ എന്ന വാക്കിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അഗോറ എന്ന് പറഞ്ഞാൽ ചന്ത എന്നാണ്, മണ്ടി, മാർക്കറ്റ്. മണ്ടി എന്ന് പറഞ്ഞാൽ ആളുമണ്ടി എന്നല്ല ഞാൻ പറഞ്ഞത്, സബ്ജി മണ്ടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു മാർക്കറ്റാണ്, അടിമ വണ്ടിയാണത്. ഈ അടിമ വണ്ടിക്കകത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയവർക്കറിയാം, ഈ അടിമ വണ്ടിക്കകത്ത് സ്വോത്രം ആ അടിമ ചന്തയുടെ പേരാണ് അഗോറ എന്ന് പറയുന്നത്. പണ്ട് അടിമ കച്ചവടം ഉണ്ടായിരുന്ന സമയത്ത് മനസ്സിലാകാൻ വേണ്ടി പറയാം, ഒരു 10 പേരെ വിൽക്കാൻ വേണ്ടി നിർത്തിയേക്കുക. അങ്ങേ അറ്റത്ത് പാസ്റ്റർ നിൽക്കുക, ഇപ്പുറത്ത് റോയ് പാസ്റ്റർ നിൽക്കുക, ഇപ്പുറത്ത് കർത്താവിൻ്റെ ദാസൻ ബെന്നി പാസ്റ്റർ നിൽക്കുക, ഇപ്പുറത്ത് അച്ചാൻ നിൽക്കുക, അതിൻ്റെ അപ്പുറത്ത് ബ്ലസ്സം നിൽക്കുക, അതിൻ്റെ ഇപ്പുറത്ത് പാവം തോമസ് പോകണ്ടേ. ഞങ്ങളെ 6-7 പേരെ കൂടെ വിൽക്കാൻ അവിടെ നിർത്തിയേക്കുക. ഓരോരുത്തരുടെ മണ്ടയ്ക്ക് ഓരോ വില ഇട്ടിട്ടുണ്ട്. പാസ്റ്റർ ഇച്ചിലൂടെ യങ്ങാണ്, നല്ല വാചാലതയാണ്, നല്ല പോലെ അവതരിപ്പിക്കും. പാസ്റ്റർക്ക് അതുകൊണ്ട് 100 രൂപ.
സ്വത്രം. അതിൻ്റെ ഇപ്പുറത്ത് റോയ് പാസ്റ്റർ ഇച്ചിരി കൃപയൊക്കെ ഉണ്ട്. ആമേൻ. എന്നാലും ശരി, ആമേൻ, ഒരു 75 രൂപ അത്രയും തന്നെ ബെന്നിക്കും കിട്ടി. ജയിക്കപ്പച്ചാൻ ഇച്ചിരി പ്രായമൊക്കെ ആയതുകൊണ്ട് ആച്ചാൻ ഒരു 50 രൂപ. ബ്ലസം പാസ്റ്റർ ഇച്ചിരി ചെറുപ്പമായതുകൊണ്ട് ഒരു 30 രൂപ. ദണ്ടിങ്ങി അറ്റത്തൊരു തോമസ് ഫിലിപ്പുണ്ട്, മുടിയൊക്കെ നരച്ച്, ആമേൻ, ശബ്ദമൊക്കെ പതറി. സ്വത്രം. 1.5 മണിക്കൂർ കഴിയുമ്പോൾ കുഴയാണ്. അതുകൊണ്ട് എൻ്റെ മണ്ടയ്ക്ക് ഒരു വില ഇട്ടു 5 രൂപ. ഇങ്ങനെ നിൽക്കുക ഞങ്ങൾ 4 പേരും. അന്ന് അടിമച്ചന്തയ്ക്കകത്ത് ആളിൻ്റെ സ്ട്രെങ്ത് അറിയാനൊരു പരിപാടിയുണ്ട്. അടിമക്കച്ചവടക്കാരനൊരു ചാട്ട എടുത്ത് ഒറ്റ അടിയ. ആ സമയത്ത് മിണ്ടാതിരിക്കുന്നവനാണ് സ്ട്രോങ് ആയിട്ടുള്ള അടിമ. പാസ്റ്ററെ അടിച്ചു, പാസ്റ്റർ അനങ്ങുന്നേ ഇല്ല. റോയി അടിച്ചു, റോയിയും അനങ്ങുന്നില്ല. പക്ഷെ തോമസ് ഫിലിപ്പിന് കൊള്ളാൻ വയ്യാത്തതുകൊണ്ട് ഒറ്റ കൊച്ചടി കിട്ടിയപ്പോഴത്തെ കിയോ കിയോ എന്ന് കരയാൻ തുടങ്ങി. ഒച്ചയ്ക്ക് കരയാൻ തുടങ്ങി. 1 മണിക്കൂർ വെയിലത്ത് നിന്നിട്ടും, ആമേൻ, ഈ 5 രൂപക്കാരനെ വാങ്ങിക്കാൻ ഒരുത്തനുമില്ല. വൈകുന്നേരമായിട്ടും വാങ്ങിക്കാൻ ഒരുത്തനുമില്ല. ബാക്കിയുള്ളവരെയെല്ലാം വിറ്റുപോയി. അവർക്ക് ഇച്ചിരി ഉശിരുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്. അടുത്ത് 25 വർഷം കൂടെ അവരെ പണി ചെയ്യിക്കാം. പക്ഷെ വൈകുന്നേരമായപ്പോൾ വീണ്ടും കഴുത്തെ ചങ്ങലയിട്ട് കൊണ്ടുപോകാൻ ചെന്നപ്പോൾ ആ അടിമച്ചന്തയ്ക്കകത്തേക്ക് കരുണ നിറഞ്ഞ ഒരു മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ നിർത്തിയേക്കുന്ന തോമസിന് എത്ര രൂപ വില? 5 രൂപ. ഞാൻ 500 രൂപ തരാം, അവനെ തരാവോന്ന്. സ്വത്രം. അവൻ പറഞ്ഞു 495 ലാഭം തന്നേക്കാൻ പറഞ്ഞു. കഴുത്തേ കിടന്ന കയറെടുത്ത് അവൻ്റെ മണ്ടയ്ക്കൂന്ന് ഈ വാങ്ങിക്കാൻ വന്നവൻ്റെ അടുത്തോട്ട് കൊടുത്തിട്ട് അവനെയും കഴുത്തെ പിടിച്ചുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് തോമസ് ഫിലിപ്പിൻ്റെ ചിന്ത, ഇതുവരെ തല്ലിയതിനേക്കാൾ കൂടുതൽ തല്ലി കിട്ടാൻ പോവാ, കാരണം കൂടുതൽ പൈസ കൊടുത്തു. പക്ഷെ ചന്തയ്ക്ക് പുറത്തിറങ്ങിയപ്പോൾ, എക്സഗറോസയിൽ പുറത്തു വന്നപ്പോൾ ആ കഴുത്തെ പിടിച്ചോൻ ചങ്ങല ഊരിയിട്ട് പറഞ്ഞു, ആമേൻ, ഇന്നു മുതൽ നിന്റെ മേലൊരു ചങ്ങലമില്ല. പാപത്തിന്റെ ചങ്ങലയില്ല, ശാപത്തിന്റെ ചങ്ങലയില്ല, പിശാചിന്റെ പദ്ധതികളുടെ ചങ്ങലയില്ല. ലുതു. പക്ഷെ അതിനുവേണ്ടി 500 രൂപ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ 5000 കൊടുക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷെ ഈ തോമസിൻ്റെ ഇവിടെ കിടന്നുണ്ട്, ഒച്ചയിൽ കിടന്നുണ്ട് അല്ലേലിയ പറയാൻ കാര്യം 5 രൂപയും 500 രൂപയും 5000 രൂപയും അംബാനിയുടെ മൊത്തം പൈസയും കൊടുത്താലും കിട്ടാത്തതാ എൻ്റെ വീണ്ടെടുപ്പിന്റെ വില. കൊടുത്തിരുന്നെങ്കിൽ അത് കിട്ടാമായിരുന്നു. ഇതിനു വേണ്ടി കൊടുത്ത വില എന്ന് പറയുന്ന ചങ്കിലെ ചോരയാണ്. കാൽവറി കുരിശിൽ ഗെത്സമനയിൽ ഒഴുകി തുടങ്ങി, ആമേൻ. പിന്നീട് ഒരു തുള്ളി ചോരയും വരാതെ വണ്ണം കാൽവറി മേട്ടിൽ ഒഴുകിയതായ സ്ലീബ പാതയിൽ മുഴുവൻ ഒഴുകി വീണതായ ആ രക്തത്തിന്റെ വില കൊടുത്താണ്. അതാണ് എൻ്റെ വീണ്ടെടുപ്പിന്റെ. ഹല്ലേലൂയ. എന്നെ ആ വില കൊടുത്ത വീണ്ടെടുപ്പെന്ന് ഉറപ്പുള്ള ദൈവമക്കളൊക്കെ ഇന്ന് രാത്രി വെറുതെ ഇരിക്കരുത്. അവരവിടെ ഇരുന്നോണ്ട് മഹത്വം കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തോണം. രക്തം ജയം. ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ രക്തത്തിന് ഒരു മഹത്വം കൊടുത്താണ്. വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കാൻ ഒരുത്തനുമില്ലായിരുന്നു. നമ്മുടെ വീട്ടിനകത്തോട്ട് വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്ത് നമ്മളെക്കുറിച്ചുള്ള വീണ്ടെടുപ്പിൻ്റെ മറ്റൊർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിനെ തകിടം മറിക്കാൻ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവജനത്തിന് സാത്താൻ ഇനിയും കഴിയത്തില്ല. അതാണ് ഈ വീണ്ടെടുപ്പിൻ്റെ വിലയുടെ പ്രത്യേകത. സ്വത്രം. അന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ ദൈവമക്കളോർത്തോണം, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു മാസ്റ്റർ പ്ലാനുണ്ട്. അതുറപ്പുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതച്ചാ 85 വയസ്സിലും തീരത്തില്ല. ഹല്ലേലൂയ. അപ്പുറത്ത് കിടക്കുന്ന ഹെബ്രോൻ മല കീഴടക്കാൻ ഒരുത്തനും കഴിയാതെ ഇരുന്നപ്പോൾ ഒരു മനുഷ്യൻ ചെന്ന് വിളിച്ചു പറഞ്ഞു, തിരിച്ചു താ എനിക്ക്. ഹല്ലേലൂയ. ഇതെൻ്റെ അവകാശമാണ്. ഇതിനെ പിടിച്ചെടുക്കാൻ ലോകത്തിൽ ഒരൊറ്റ ശക്തിക്കും കഴിയത്തില്ല. കാരണം ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. ഇന്ന് പകൽ അതൊരു പാക്കേജാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. ഭയങ്കര വില കൊടുത്ത, ആമേൻ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു ആരാധനയെക്കുറിച്ച് വെളിപ്പാടാറ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ. അവിടെ പറയുന്നത്, സ്തോത്രം, ഞാൻ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു, ഞാൻ പോപ്പായിരുന്നു, ഞാൻ പിന്നെ സ്തോത്രം എന്തെല്ലാം ഞങ്ങളൊക്കെ ആരെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ സ്ഥലമാറ്റം തരത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ പാടുപെട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതൊന്നും പറയത്തില്ല. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ട സമയത്ത്, മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനെ കണ്ടു കഴിഞ്ഞ സമയത്ത് മൂപ്പന്മാർ കിരീടങ്ങൾ കരങ്ങളിൽ നിന്നെടുത്തു. കാരണം കിരീടങ്ങളെക്കാൾ വലിയവൻ ഇറങ്ങി വന്നിട്ടുണ്ട്.
സിംഹാസനങ്ങൾ എഴുന്നേറ്റു. സിംഹാസനത്തെക്കാൾ വലിയവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ പന്തലിനകത്തും അങ്ങനെയുള്ള ഒരു ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. എന്നിട്ട് നിലത്തോട്ട് കിടന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞ വാക്ക് അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞേ, കുഞ്ഞാടേ നീ ആർക്കപ്പെട്ടു, നിന്റെ രക്തത്തിന്റെ ഫലമായി കേരളത്തിൽ നിന്നും ആമേൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിലും ഞങ്ങളെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ലോകത്തിൽ ആർക്കും കൊടുക്കാത്ത വില കൊടുത്താണ് എന്നെ എൻ്റെ യേശു വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത നിന്ന് രാത്രിയിൽ ആമേൻ അകത്തളങ്ങളിൽ ഉറപ്പുള്ള ദൈവമക്കൾ രണ്ടു കരവും ഉയർത്തി പിടിച്ച് കുഞ്ഞാടിനൊരു മഹത്വം കൊടുത്താട്ട്, ദൈവ കുഞ്ഞാടിനൊരു ആരാധന കൊടുത്താട്ട്, 2 മിനിറ്റ് ആരാധന ഉയരട്ടെ. വീണ്ടെടുപ്പിന്റെ കർത്താവിന്റെ ക്രൂശീകരണം നടക്കുക, യേശുവിന്റെ ക്രൂശീകരണം നടക്കുക. സ്തോത്രം. പുറത്തെ ചോര മുഴുവൻ ഒഴുകി, മധ്യാഹ്ന സൂര്യന്റെ മുഴുവൻ വെയിലും ശരീരത്തിലടിച്ചു. 33 വയസ്സിന്റെ ഊർജം മുഴുവൻ ചോർന്നുപോയി. 2 മരത്തടികൾ എടുത്ത് തോളെ വെച്ചു കൊടുത്തു. പ്രപഞ്ചത്തെ ചുമക്കുന്നവൻ, ആധിപത്യം തോളിലുള്ളവൻ, ബ്രദർ നിന്നെ വിലയ്ക്ക് വാങ്ങാൻ 2 മരത്തടികൾ പൊക്കാൻ ഭാരം എടുക്കാൻ കഴിവില്ലാതെ ആമേൻ സ്ലീബ പാതയിൽ കമിഴ്ന്നുരുണ്ടു വീണു. ക്രൂശീകരണ സ്ഥലത്തെത്തുന്നതിന് മുമ്പേ ചത്തുപോയാൽ ശതാധിപന്റെ ജോലി പോവും. ആമേൻ. അല്ലാതെ അവന് കനിവ് തോന്നിയിട്ടൊന്നുമല്ല. മേളിൽ ചെല്ലുന്നതിന് മുമ്പേ, ക്രൂശീകരണത്തിന് മുമ്പേ ചത്തുപോയാൽ അവന്റെ ജോലി പോവും. അതുകൊണ്ട് അവൻ എത്തിക്കുത്തി നോക്കിയപ്പം അന്ന് ഈ നഗരത്തിൽ വിപ്ലവം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് അവധി കൊടുത്തതാ. ആമേൻ. അങ്ങ് ഉത്തരാഫ്രിക്കയെന്ന് ഇച്ചിരി കളറ് കുറഞ്ഞൊരു മനുഷ്യൻ 2 പൊടിക്കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഭാര്യയും ഒരുമിച്ച് ആമേൻ പെസഹ കാലങ്ങളിൽ ആമേൻ അടുത്ത വിത്തുകൾ വിതച്ചത് തിരിച്ചു കൊയ്യുന്ന പെന്തിക്കോസിന് മുമ്പേ ആമേൻ എന്തെങ്കിലും കിട്ടാൻ പാകത്തിൽ ഉത്തരാഫ്രിക്കയിൽ നിന്ന് നടന്നും കപ്പലേ കയറിയും ഇവിടെ വന്ന് കിടക്കുക. ഉച്ചയായപ്പോൾ നഗരത്തിൽ അവധി പ്രഖ്യാപിച്ചു. പക്ഷെ അവൻ പോകുന്ന വഴിയിൽ ഒരു ആരവം കേൾക്കാം. ആമേൻ. ഇവൻ എന്താണെന്നറിയാൻ എത്തിക്കുത്തി നോക്കുമ്പോൾ ഇവന്റെ കളറ് മോശമായതുകൊണ്ടും ഇവൻ അവിടുത്തുകാരനല്ലാത്തത് കൊണ്ടും ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ടും ശതാധിപന്റെ വാൾ അവന്റെ തോളിന്മേൽ വന്നു. എടുക്കടാന്ന് പറഞ്ഞ് ക്രൂശ്. ആമേൻ. ഉത്തരാഫ്രിക്കക്കാരനായ ആമേൻ ഒരു മനുഷ്യൻ, കളറ് കുറഞ്ഞവൻ, 2 മരത്തടിയും ചുമന്ന് ആമേൻ പുറം മുഴുവൻ ചോരയൊലിക്കുന്ന ആമേൻ ശരീരം മുഴുവൻ തുപ്പലേറ്റ, ദേഹം മുഴുവൻ തളർന്നതായ നിത്യതയുടെ രാജകുമാരന്റെ കൂടെ ചേർന്ന് നടക്കുക. ഒരു 1000 മീറ്ററോളം നടപ്പുണ്ടെന്നാണ് പറയുന്നത്. ഇത് നടന്ന സമയത്ത് നസ്രയനായ യേശു കുറേനക്കാരനോട് എന്നാ വർത്താനം പറഞ്ഞൊന്നൊന്ന് അറിയാൻ ഒരു കൊതിയുണ്ട്. ആമേൻ. അതെന്തെങ്കിലും നമ്മൾ അറിയും. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. നിർബന്ധത്താലാണെങ്കിലും ക്രൂശ് ചുമന്നത് കൊണ്ട് ആ 2 മരത്തടിമേൽ പകർന്ന ചോര മുഴുവൻ അവന്റെ ശരീരത്തിൽ വീണു. കുരിശ് കാണാൻ നിൽക്കാതെ അവൻ വീട്ടിലോടിയെന്ന് കരുതിക്കോളൂ. ഓടിച്ചെല്ലുമ്പോൾ മിസ്സസ് ആമേൻ സൈമൺ അവിടെ ഉണ്ട്, മിസ്സസ് ഷിമോൻ അവിടെ ഉണ്ട്, കുറേക്കാരൻ്റെ ഭാര്യ. എൻ്റെ അച്ചായനെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഒരു യഹൂദനെ തൊടത്തില്ല, ഒരു റോമനെ തൊടത്തില്ല, ഇവൻ്റെ പണി പോവും. പക്ഷെ എൻ്റെ അച്ചായനെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് അച്ചായൻ്റെ ശരീരം മുഴുവൻ ചോര. ഭാര്യ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. മമ്മിയുടെ ശരീരത്തിലും ചോര. ഇത് കുലപാതകന്റെ ചോരയല്ല, വീണ്ടെടുപ്പുകാരൻ്റെ രക്തമാണ്. ഈ ഭാര്യയുടെ പേരെനിക്കറിയത്തില്ല. പക്ഷെ ആ വീട്ടിൽ 2 കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. പപ്പായുടെയും മമ്മിയുടെയും മണ്ടയ്ക്ക് ചോര കണ്ടുകൊണ്ട് 2ഉം കൂടെ കയറി പിടിച്ചു. അവന്മാരുടെ പേര് ഞാൻ പറയാം, അലക്സാണ്ടറും 2ൻ്റെ മണ്ടയ്ക്ക് ചോര പുറത്തു. പക്ഷെ കാലം കടന്നു പോയപ്പോൾ മറ്റൊരു കാര്യം സംഭവിച്ചു. കുറേനക്കാരനായ ശീമോൻ ചരിത്രം വിശ്വസിക്കാമെങ്കിൽ സ്മുർന്നയിലെ ബിഷപ്പായിട്ട് മാറി.
കറ തീർന്ന യഹൂദനായ പൗലോസ് പറഞ്ഞു, എനിക്കും അമ്മയായ അവരുടെ അമ്മ. ആ രണ്ട് പിള്ളേരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവർ ലോക പ്രശസ്തരെന്നല്ല പറഞ്ഞത്, കർത്താവിൽ പ്രസിദ്ധരായ രൂഫോസിന്റെയും അലക്സാണ്ടറിന്റെയും എൻ്റെ അമ്മയായ അമ്മ. ഹല്ലേലൂയ. നസറേയന്റെ കുരിശ് നിർബന്ധത്താൽ ചുമന്നതിനാ ചോരപുരണ്ട ഒരു കുടുംബത്തെ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, നിന്നെയും നിന്റെ തലമുറയും തൊടാൻ കഴിയാതെ വണ്ണം ഒരു പവർ ഇന്ന് രാത്രിയിൽ കുരിശു ചുമന്ന ചിലർക്ക് കർത്താവ് ഭാഗ്യമായി തരാൻ പോവാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് തന്ന വീണ്ടെടുപ്പിന്റെ വിലക്കായി ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ. എന്റെ വീടിനെ വീണ്ടെടുത്ത്, എന്റെ കുടുംബത്തെ വീണ്ടെടുത്ത്, എന്റെ തലമുറകളെ വീണ്ടെടുത്ത വീണ്ടെടുപ്പിന്റെ ശക്തിക്കായി ആ കരമുയർത്തി ഒരു 5-6 ഹല്ലേലൂയ പറഞ്ഞേ.